ഹലോ നമസ്കാരം. ചന്ദ്രകണ്ഠ ടാരോട്ട് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടും സ്വസ്ഥമായിട്ട് ഇരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്ന് നമ്മളൊരു പിക്കപ്പ് ആൽ റീഡിംഗ് ആണ് ചെയ്യുന്നത്. ഇന്നത്തെ റീഡിങ്ങിൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രണയബന്ധത്തിൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾ തടസ്സങ്ങൾ നേരിടുന്നത്, അപ്പോൾ അതിന് എന്ത് ഗൈഡൻസ് ആണ് യൂണിവേഴ്സിന് നൽകാനുള്ളത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പ്രണയബന്ധത്തിൽ നിങ്ങളിപ്പോൾ ഒരു സെപ്പറേഷനിലൂടെ കടന്നു പോകുകയാണ്, ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളൊരു പ്രണയബന്ധത്തിലാകാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ അത് സക്സസ്ഫുൾ ആകാത്തൊരവസ്ഥ, ഓക്കെ, എന്തെങ്കിലും ഒരു കാരണങ്ങൾ കൊണ്ട് സംഭവിക്കുന്നില്ല, അങ്ങനെ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്താ പറയണ്ടേ, പ്രശ്നങ്ങളുണ്ട്. സെപ്പറേഷനിൽ എത്തിയിട്ടില്ലെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ട്, ഓക്കെ. ഒരു സ്വസ്ഥമായിട്ടുള്ള ഒരു പ്രണയബന്ധമല്ല എങ്കിൽ എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത് എന്നുള്ളതും അതിൽ നിന്ന് അതിന് വേണ്ടി അല്ലെങ്കിൽ ആ പ്രശ്നങ്ങളെ മറികടക്കുന്നതിനുള്ള ഗൈഡൻസുമാണ് നമ്മൾ ഇന്നത്തെ റീഡിങ്ങിൽ നോക്കുന്നത്, ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് എന്നത്തെയും പോലെ തംബ്നെയിലത്തെ 3 ചിത്രങ്ങൾ അതിൽ നിന്ന് ചൂസ് ചെയ്യാം നിങ്ങളുടെ ഗ്രൂപ്പ്, അല്ലെങ്കിൽ ഈ 3 ഡെക്കുകളിൽ നിന്ന് നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് ചൂസ് ചെയ്യാം. ഇത് ഗ്രൂപ്പ് 1, ഗ്രൂപ്പ് 2, ഗ്രൂപ്പ് 3, ഓക്കെ. ഇൻറ്റ്യൂട്ടീവ്ലി നിങ്ങളുടെ ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക. ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ആ 2 ഗ്രൂപ്പിലെയും മെസ്സേജസ് മുഴുവനായി കേട്ടതിന് ശേഷം നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്ന മെസ്സേജസ് മാത്രം സ്വീകരിക്കുക. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണെന്ന് എപ്പോഴും ഓർക്കുക. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ വ്യക്തിഗത റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഗ്രൂപ്പ് 1ൻ്റെ റീഡിങ്ങിലേക്ക് കടക്കുകയാണ്. നിങ്ങൾ ഇവിടെ വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് തിരഞ്ഞെടുക്കുക. ഹലോ ഗ്രൂപ്പ് 1, നമസ്കാരം. നിങ്ങൾ തംബ്നെയിലത്തെ ആദ്യത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ഡെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പോൾ നിങ്ങളുടെ പ്രണയബന്ധത്തിൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ തടസ്സങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ നേരിടുന്നത് എന്ന് നമുക്ക് നോക്കാം. എന്തുകൊണ്ടാണ് ഗ്രൂപ്പ് 1ൽ ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവിൻ്റെ പ്രണയബന്ധത്തിലെ പ്രശ്നങ്ങൾ, തടസ്സങ്ങൾ ഉണ്ടാകുന്നത്? ഒന്നാമത്തെ കാര്യം ഞാൻ കാണുന്നത്, ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ട സീരിയസ്നെസ് ഇല്ല, ഓക്കെ. അത് നിങ്ങളുടെ ഭാഗത്തുനിന്നാകാം, അല്ലെങ്കിൽ നിങ്ങൾ ഡീൽ ചെയ്യുന്ന വ്യക്തിയുടെ ഭാഗത്തുനിന്നാകാം. ഒരു ലെവൽ ഓഫ് സീരിയസ്നെസ് വേണം. ഒരു കണക്ഷനിലൊക്കെ ആകാമെന്ന് പറയുമ്പോൾ അതിനെ ഒരു കുട്ടിക്കളിയല്ല എന്നുള്ള ഒരു ബോധ്യം ഉണ്ടാവണം. അതില്ല. വളരെ ഇമ്മച്വർ ആയിട്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പിനെ ഡീൽ ചെയ്യുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കണേ. മാത്രമല്ല, മൂന്നാമതൊരാളുടെ ഇടപെടലുണ്ട്. ചിലപ്പോൾ വേറെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും എന്താ പറയുക, ഈ ഒരു പ്രശ്നങ്ങൾ ഊതി പഠിപ്പിക്കാന്ന് പറയില്ലേ, ആ രീതിയിൽ നിൽക്കുന്ന ആരോ ഉണ്ട്. ആ ഒരു ഇൻഫ്ലുവൻസും പിന്നെ ഈ മെച്യൂരിറ്റിയും കൂടി ആകുമ്പോഴാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇത് ഈ ഒരു കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താ, നിങ്ങൾ ശരിക്കും കമ്പാറ്റബിൾ ആണ് എന്നെനിക്ക് കിട്ടുന്നു. നിങ്ങൾ പരസ്പരം ഒരു യൂണിയൻ, ഒരു മാരേജ്, ഒരു വിവാഹം നടക്കാനൊക്കെ സാധ്യതയുള്ള ഒരു കപ്പിളായിട്ടാണ് കാണുന്നത്. അങ്ങനെ നിങ്ങൾ വിവാഹം ചെയ്ത് നല്ലൊരു വിവാഹ ജീവിതം ഉണ്ടാകാനും ഒരു സാധ്യത എനിക്ക് കാണുന്നുണ്ട്. ആ ഒരു ഡെസ്റ്റിൻഡ് എനർജി ഉണ്ട് അവിടെ, ഓക്കെ. ആ ഫ്യൂച്ചർ സ്പൗസ് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ എനർജി അവിടെ ഉണ്ട്. നിങ്ങൾ അലൈൻഡ് ആണ് ആ ഒരു തരത്തിൽ. പക്ഷേ നിങ്ങൾ രണ്ടുപേരും, അല്ലെങ്കിൽ നിങ്ങളിൽ ആരാണോ, നിങ്ങൾക്ക് അറിയാം ആരാണ് ഇതിൽ ഇമ്മച്വറായിട്ട് പെരുമാറുന്നത്, ആരാണ് മറ്റൊരാളുടെ വാക്ക് കേട്ട് അതിൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് ഈ റിലേഷൻഷിപ്പിനെ ഹാൻഡിൽ ചെയ്യുന്നത് എന്ന് നിങ്ങൾക്കറിയാം. അവിടെയാണ് നിങ്ങൾ മാറ്റം വരുത്തേണ്ടത്, ഓക്കെ. അവിടെയാണ് മാറ്റം വരുത്തേണ്ടത്. അപ്പോൾ എന്താ പറയണ്ടേ, ഞാൻ ഒരു ഇത് കേൾക്കുന്നത്, എനിക്കിതിലും നല്ലത്, അല്ലെങ്കിൽ ഇതിന് നല്ലത്, ഇതിലും നല്ലൊരാൾ എനിക്ക് കിട്ടുന്നൊരു തോന്നലോ അങ്ങനെന്തോ. അപ്പോൾ കയ്യിലിരിക്കുന്നതിൻ്റെ ഗുണം അറിയുന്നില്ല എന്നുള്ള ഒരു എനർജി കിട്ടുന്നു. കയ്യിൽ ഉള്ള ആളുടെ മേന്മ അറിയാതെയാണ് അല്ലെങ്കിൽ ഇതിന് നല്ല ആളെ കിട്ടും. അത് ചിലപ്പോൾ ഈ പറഞ്ഞല്ലോ, മൂന്നാമതൊരാളുണ്ട്. അത് സുഹൃത്തുക്കളായിരിക്കാം, വീട്ടിലുള്ളവരായിരിക്കാം, ആര് തന്നെയാണെങ്കിലും ആ വ്യക്തിയുടെ ഒരു ഇൻഫ്ലുവൻസ് വളരെ ഭയങ്കരമാണ്. അവരുടെ പറയുന്നതിലാണ് ശരി തന്നെയാണ്, എനിക്ക് ഇതിലും നല്ല ആളെ കിട്ടും, എന്തിനാണ് ഞാൻ ഇങ്ങനത്തെ ഒരു റിലേഷൻ ഹാൻഡിൽ ചെയ്യണം, അങ്ങനെ, ഓക്കെ. ആ ഒരു എനർജി ഉണ്ട്. അതുകൊണ്ടാണ് ഇതിൽ പ്രധാനമായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിൽ തടസ്സം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇവിടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകണം എന്നാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഇതിനെ സംബന്ധിച്ച് സീരിയസ് ആയി പറ്റുള്ളൂ. അതുപോലെ ഈ റിലേഷൻഷിപ്പിനെയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മൂന്നാമതൊരാളായിട്ട് ചർച്ച ചെയ്ത് അവർ പറയുന്നതും അക്ഷരം പ്രതി അനുസരിക്കുക എന്നുള്ളതല്ല. നമുക്ക് പല പേഴ്സ്പെക്റ്റീവ്സ്, ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ശരിയായ രീതിയിലായിരിക്കണം എന്നില്ല, ഓക്കെ. അപ്പോൾ നമുക്കൊരു വ്യത്യസ്ത കാഴ്ചപ്പാടും കൂടെ അറിയുന്നത് നമുക്ക് കുറച്ചുകൂടെ നല്ലതായിരിക്കും. എന്ന് വെച്ചാൽ വേറൊരാൾ പറയുന്നത് തന്നെ അത് മുന്നും പിന്നെ ആലോചിക്കാതെ അതുപോലെ പെരുമാറുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങളെ നിയന്ത്രിക്കുന്നതിന് തുല്യമാണ്. നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ചിന്തിക്കാനുള്ള ശേഷി ഇല്ലാത്ത പോലെയാണ് നിങ്ങൾ ആ പെരുമാറുന്നത്. അത് നിങ്ങളായിരിക്കാം, ഞാൻ വീണ്ടും പറയുന്നു, ഗ്രൂപ്പ് 1ലുള്ള കളക്റ്റീവായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഡീൽ ചെയ്യുന്ന വ്യക്തിയായിരിക്കാം ഈ എനർജിയിലുള്ളത്, നിങ്ങൾക്കറിയാലോ.
അപ്പോൾ ഇവിടെ നിങ്ങളോട് യൂണിവേഴ്സ് എന്താ പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളിവിടെ ഈ ഒരു സിറ്റുവേഷന് ഒരു എന്താ പറയണ്ടേ, ഒരു ഡിഫറെൻറ്റ് പേഴ്സ്പെക്റ്റീവിൽ കാണാം. അതായത് നിങ്ങൾ ഒരു മൂന്നാമതൊരാൾ, പുറത്ത് നിന്നുള്ള ഒരാൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എങ്ങനെയാണോ വ്യൂ ചെയ്യുക, ആ രീതിയിൽ നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിനെ ഒന്ന് കാണാൻ സാധിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഓരോ കാര്യങ്ങൾക്ക് സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റും. ഓക്കെ, ഇപ്പം നമ്മളൊരു പ്രശ്നത്തിൽ ഇൻവോൾവ് ആകുമ്പോൾ അതിന് പെട്ടെന്നൊരു സൊല്യൂഷൻ നമുക്ക് കണ്ടെത്തുക എന്ന് പറയുന്നത് എളുപ്പമായിരിക്കില്ല. പക്ഷെ നമ്മൾ ആ പ്രശ്നത്തിൽ വേറൊരാളുടെ പ്രശ്നമാണ്, വേറൊരാൾ ഇതേപോലത്തെ ഒരു പ്രശ്നം ഡീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ പരിഹാരം നിർദ്ദേശിക്കാൻ എളുപ്പമാണ്. കാരണം നമ്മൾ അതിൽ ഇൻവോൾവ് അല്ല. മനസ്സിലായില്ലേ? അതേ രീതിയിൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ കാര്യത്തിന് ഒരു സൊല്യൂഷൻ കണ്ടെത്തണം എന്നാണെങ്കിൽ നിങ്ങൾ അതേ രീതിയിൽ നിന്ന് ഈ ഒരു കാര്യം, ഇത് വേറെ ഒരു എക്സ്റ്റേണൽ എനർജിയെ പോലെ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു ബന്ധത്തിനെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഒന്ന് അനലൈസ് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും അതിലുള്ള പ്രശ്നങ്ങളും പോരായ്മകളും. അപ്പോൾ അതിനുള്ള സൊല്യൂഷൻസ് നിങ്ങളുടെ മുന്നിൽ തന്നെ വരുന്നതാണ്. പിന്നെ നിങ്ങളോട് പറയുന്നത് ശരിയാണ്, പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആ പ്രശ്നങ്ങൾ, കഴിഞ്ഞു പോയ പ്രശ്നങ്ങൾ അത് പറഞ്ഞു തീർക്കുക. ഒന്നാമത് അതിനെ അവരെ പെരുമാറിയ രീതിയോ അല്ലെങ്കിൽ നിങ്ങൾ അവരോട് പെരുമാറിയ രീതിയോ അതിൽ എന്തെങ്കിലും ഒരു വേദനയോ ഒരു വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് പരസ്പരം പറഞ്ഞ് അതിനെക്കുറിച്ച് സംസാരിച്ച് അത് തീർക്കണം. അത് മനസ്സിൽ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകും തോറും അതിങ്ങനെ എന്താ പറയുക പെരുകി പെരുകി വരും. ഓക്കെ, പിന്നെ ഒരു പോയിന്റിൽ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ മുന്നേ നടന്ന കാര്യങ്ങൾക്കെല്ലാം കൂടെ ചെറിയൊരു പ്രശ്നം ഉണ്ടാവുക, പക്ഷെ അത് വലിയ വഴക്കിലെത്തുന്നതെന്ന് വെച്ചാൽ മുന്നേ ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടായതിനൊന്നും മര്യാദയ്ക്ക് സംസാരിക്കാതെ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താത്തതിന്റെ ഫ്രസ്ട്രേഷൻ എല്ലാം കൂടിയാണ് വരുന്നത്. അപ്പോൾ അങ്ങനെയാണ് അത് വല്ലാതെ വഷളാകുകയും ആ ബന്ധം ഇല്ലാതാകുകയും ചെയ്യണത്. അപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതപ്പം തന്നെ പരിഹരിക്കാം. ഓക്കെ, അതപ്പോൾ തന്നെ എനിക്ക് ഈ പറഞ്ഞത് വിഷമായി, അല്ലെങ്കിൽ ഈ ചെയ്തത് എനിക്ക് ഇഷ്ടമായില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല, എനിക്ക് അത് ഇഷ്ടമല്ല, എന്നോട് അങ്ങനെ ചെയ്യരുത്, എന്നോട് അങ്ങനെ പെരുമാറരുത് എന്ന് വളരെ ഓപ്പണായിട്ട് സംസാരിക്കുക. വഴക്കൂടാനല്ല പറയണേ. മുതിർന്ന രണ്ട് വ്യക്തികളെ പോലെ നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് ഹാൻഡിൽ ചെയ്യണം. നിങ്ങൾക്കത് സാധിക്കില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ റിലേഷൻഷിപ്പിലാകാനുള്ള ആ ഒരു മെച്ചോർഡ് ലെവൽ ആയിട്ടില്ല എന്നർത്ഥം. മനസ്സിലായോ? അത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുക. റിലേഷൻഷിപ്പ് വേണം, ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വേണം, ഈ വ്യക്തി നിങ്ങളുടെ കൂടെ വേണം എന്നാണെങ്കിൽ നിങ്ങൾ അവിടെ രണ്ട് മുതിർന്ന വ്യക്തികളെ പോലെ പെരുമാറണം. കുട്ടികളി വേണ്ട എന്ന് പറയുന്നില്ല, അതായത് കുറച്ചൊക്കെ ഒരു കളിയും ചിരിയൊക്കെ ആവാം. പക്ഷേ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ സീരിയസ് ആയ കാര്യങ്ങൾ വരുമ്പോൾ അവിടെ ഒരു ഇമ്മച്യൂരിറ്റിയും ഈ കുട്ടികളിയൊന്നും നല്ലതായിരിക്കില്ല, അത് ദോഷമാണ് ചെയ്യുക. ഓക്കെ, അപ്പം ഓരോ പ്രശ്നങ്ങളും അതിൻ്റെ സമയത്ത് തന്നെ പറഞ്ഞ് തീർക്കുക. ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ, ഞാൻ നേരത്തെ പറഞ്ഞതാണ് കാര്യം. ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ. പിന്നെ നിങ്ങൾ റിലേഷൻഷിപ്പിലാണ് എന്നുള്ളതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മറ്റൊരാളെ, നിങ്ങളുടെ പാർട്ട്ണറിനെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ അവിടെ ഒരു അവകാശം ഉണ്ടെന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർക്ക് നിയന്ത്രിക്കാൻ ഒരു അവകാശം ഉണ്ട് എന്നല്ല. ഓക്കെ, നിങ്ങൾ രണ്ടുപേരും അടിസ്ഥാനപരമായിട്ട് രണ്ട് വ്യക്തികളാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായ സ്വാതന്ത്ര്യം ഉണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ജീവിതമുണ്ട്. ആ വ്യക്തി ജീവിതത്തിനെയും കൂടെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് വേണം ഈ ഒരു പ്രണയത്തിൽ ആയിരിക്കാനായിട്ട്. അങ്ങനെ അല്ലാത്തൊരു റിലേഷൻ ആണെങ്കിൽ നിങ്ങളത് മുന്നോട്ട് കൊണ്ടുപോകാൻ പാടില്ല. ഓക്കെ, അത് നമ്മുടെ സൊസൈറ്റിയുടെ ഒരു ഇതാണ്. ഒരാൾ മറ്റൊരാളെ കൺട്രോൾ ചെയ്ത് നിർത്തുകയാണ് മിക്കതും റിലേഷൻഷിപ്പിൽ ഉണ്ടാകുക. ഒരാളുടെ ഇഷ്ടത്തിന് മറ്റാൾ മാറുകയാണ് ചെയ്യുക. അങ്ങനെയല്ല വേണ്ടത്. ഓക്കെ, രണ്ടുപേരുടെ ഇഷ്ടങ്ങളെ പരസ്പരം അംഗീകരിച്ചുകൊണ്ട് വളരെ ഹെൽത്തി ആയിട്ട് വേണം റിലേഷൻഷിപ്പ് ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. അതുപോലെ രണ്ടുപേരും ഒരു വ്യക്തിയാണ്, ഒരു മനുഷ്യൻ തന്നെയാണ്. അപ്പോൾ അവർക്കും അവരുടേതായ ഒരു പേഴ്സണൽ സ്പേസ് ഉണ്ടല്ലോ, പേഴ്സണൽ ഫ്രീഡം അതുള്ളതാണ് എന്ന് മാനിച്ചുകൊണ്ട് വേണം ഒരു റിലേഷൻഷിപ്പിലായിരിക്കാൻ. അത് രണ്ടുപേരും അങ്ങനെ തന്നെയായിരിക്കണം. ഓക്കെ, പൊസസീവ്നെസ് ഒക്കെ ആകാം, പക്ഷേ ഒരു പരിധി വിട്ടാൽ അത് ടോക്സിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആരോടും മിണ്ടാൻ പാടില്ല, അങ്ങനെ പാടില്ല, ഇങ്ങനെ പാടില്ല, എൻ്റെ അടുത്ത് മാത്രം എന്ന് പറഞ്ഞിരിക്കുന്നത് സെൽഫിഷ്നെസ് ആണ് ഫസ്റ്റ് ഓഫ് ഓൾ. കാരണം നിങ്ങൾ അവരോട് പറയുന്നത് നിങ്ങൾ കംപ്ലീറ്റ്ലി നിങ്ങളുടെ സന്തോഷമൊക്കെ സാക്രിഫൈസ് ചെയ്യൂ, കാരണം നിങ്ങൾ എൻ്റെ കൂടെ മാത്രം സന്തോഷം കണ്ടെത്താൻ പാടുള്ളൂ എന്നുള്ളതാണ് നിങ്ങൾ ഇൻഡയറക്ട്ലി പറയുന്നത്. സ്നേഹം കൂടുതലുകൊണ്ടാണെന്ന് പറഞ്ഞാലും അവിടെയും ഞാൻ പറയും നിങ്ങളെയാണ് കൂടുതൽ സ്നേഹിക്കുന്നത്. ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, അവരിതിൽ സന്തോഷിക്കുന്നുണ്ടോ എന്നും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കും. മനസ്സിലായില്ലേ? അതും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ കൂടുതൽ പഠിക്കാൻ പറയുന്നത്, പരസ്പരം കൂടുതൽ ഇനിയും നിങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പരസ്പരം അറിയില്ല. അപ്പം നിങ്ങൾ വെറുതെ കുറേ ചിരിച്ചും കളിച്ചും നിൽക്കുന്ന സമയങ്ങളിൽ നിങ്ങൾ എന്ത് വേണം, കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓക്കെ, നിങ്ങളുടെ പാർട്ട്ണർ എന്ന വ്യക്തിയെ, അവരുടെ ജീവിതത്തെ കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അവരും അതേ എഫർട്ട് നിങ്ങളോട് എടുക്കുക. അങ്ങനെ ആഴത്തിൽ മനസ്സിലാക്കുമ്പോഴാണ് ആ ഒരു വ്യക്തി എനിക്ക് യോജിച്ച ആളാണോ അല്ലയോ എന്നുള്ളത് പോലും നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ. ഓക്കെ, അതുപോലെ അപ്പോഴാണ് നിങ്ങൾക്ക് ഒരു കണക്ഷൻ അവിടെ സ്ട്രോങ് ആവുള്ളൂ.
ഇത് പരസ്പരം മനസ്സിലാകാതെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് അവരിങ്ങനെയാണ് ചെയ്യുക, ഞാൻ ഇങ്ങനെയാണ് ചെയ്യുക, അത് വളരെ ഡിഫറെൻ്റ് ആണ്, എനിക്ക് അതിനെ പറ്റില്ല. ഒരു പ്രശ്നത്തിലെത്തുമ്പോഴാണ് അത് മനസ്സിലാക്കുന്നത്. അത് വളരെ വൈകി പോകുന്ന ഒരു കാര്യമാണ് അല്ലേ. പിന്നെ അത് വേദനയിലേക്ക് എത്തുന്നു, വിഷമങ്ങളിലേക്ക് എത്തുന്നു. എന്തിനാണ് അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് പോകുന്നത്? പരസ്പരം ആഴത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കൂ എന്നാണ് പറയുന്നത്. നിങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കണം. പിന്നെ ഈ റിലേഷൻഷിപ്പിൽ പ്രശ്നം കൊണ്ടുവരുന്ന കാര്യങ്ങൾ ഉണ്ടാവും. ഇപ്പം നിങ്ങളുടെ ഇഷ്യൂസ് ഉണ്ട്, അതിൽ പ്രശ്നങ്ങൾ കൊണ്ടുവരുന്ന ചില വ്യക്തികൾ ഉണ്ടായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞു ഒരു തേർഡ് പാർട്ടി ഇൻവോൾവ്മെന്റ്. തേർഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പാർട്ട്ണറിന് ഒരു എക്സ്ട്രാ ലവർ ഉണ്ടെന്നോ അതൊന്നുമല്ല, അങ്ങനെ ആവണമെന്നില്ല എപ്പോഴും. ഓക്കെ, ചിലപ്പോൾ ഫ്രണ്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കാം. പറയുന്നത് കേട്ട് നിങ്ങൾ ശരി അവർ പറഞ്ഞത് ശരി അങ്ങനെ തന്നെ ആയിരിക്കുള്ളൂ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അതിനനുസരിച്ച് റിയാക്ട് ചെയ്യാൻ നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഫ്രണ്ടാണ് നിങ്ങളുടെ തേർഡ് പാർട്ടി. മനസ്സിലായില്ലേ? അപ്പോൾ അതുപോലെ ഫാമിലി മെമ്പേഴ്സ്, അങ്ങനെ ആര് വേണേലാകാം. അല്ലെങ്കിൽ ചിലപ്പോൾ വർക്ക് ആയിരിക്കാം, ജോലി മാത്രം. റിലേഷൻഷിപ്പിന് വേണ്ട സമയമോ നിങ്ങളുടെ പാർട്ട്ണർക്ക് വേണ്ട സമയമോ ഒന്നും കൊടുക്കുന്നില്ല. ഓക്കെ, അതും ശരിയല്ല. നിങ്ങളൊരു റിലേഷൻഷിപ്പിലാകാതിരിക്കുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് കുറച്ച് ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിറവേറ്റാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ റിലേഷൻഷിപ്പിലേക്ക് പോകാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല തീരുമാനം. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ കൊണ്ടുവരുന്ന വ്യക്തികൾ ആരൊക്കെയാണ്, ഉള്ള പ്രശ്നങ്ങൾ ഊതിപ്പെരിപ്പിക്കുന്ന ആളുകൾ ആരൊക്കെയാണ്, ഏതൊക്കെ സാഹചര്യങ്ങളാണ്, അല്ലെങ്കിൽ എന്തൊക്കെ സന്ദർഭങ്ങളാണ്, ഏതൊക്കെ എനർജിയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ, നിങ്ങളുടെ ആ ഒരു കണക്ഷനിൽ ഡിസ്റ്റർബൻസ് കൊണ്ടുവരുന്നത് എന്ന് മനസ്സിലാകുന്ന പക്ഷം അതിൽ നിന്നും നിങ്ങൾ വിട്ടു നിൽക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം. ഓക്കെ, അതൊരു വ്യക്തിയാണെങ്കിൽ അവരായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക. അവരോട് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച്, നിങ്ങളുടെ പ്രണയബന്ധത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാതിരിക്കുക. മനസ്സിലായില്ലേ? അങ്ങനെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ നെഗറ്റീവ്ലി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് അതെന്തുമായിക്കൊള്ളട്ടെ അതിൽ നിന്ന് നിങ്ങൾ മൂവ് ഓൺ ചെയ്തിരിക്കണം. എന്നാലേ ഈ റിലേഷൻഷിപ്പ് സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകുള്ളൂ. ഓക്കെ, അപ്പം ഇപ്പറഞ്ഞ കാര്യങ്ങൾ ചെയ്താൽ മാത്രമാണ് ഈ റിലേഷൻഷിപ്പിലെ തടസ്സങ്ങൾ മാറി നിങ്ങൾക്ക് ഒരു ഹാപ്പി ആയിട്ടുള്ള, നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുള്ളൂ. അങ്ങനെ മാറ്റാൻ രണ്ടുപേരും തയ്യാറാകുന്നില്ല എങ്കിൽ ഇത് അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് ഗ്രൂപ്പ് 1. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ക്ലാരിറ്റിയും നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 2, നമസ്കാരം. നിങ്ങൾ തംബ്നെയിലത്തെ രണ്ടാമത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ഡെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പോൾ നമുക്ക് നോക്കാം ഗ്രൂപ്പ് 2 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവിൻ്റെ പ്രണയബന്ധത്തിൽ ഇപ്പോൾ ഉള്ള തടസ്സങ്ങൾക്ക് അല്ലെങ്കിൽ പ്രശ്നങ്ങൾക്കുള്ള കാരണം എന്താണ്, അതിനുള്ള പരിഹാരം എന്താണ്. ഗ്രൂപ്പ് 2 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവിൻ്റെ പ്രണയബന്ധത്തിൽ ഇപ്പോഴുള്ള പ്രശ്നങ്ങൾക്ക്, തടസ്സങ്ങൾക്കുള്ള കാരണം എന്താണ്. Clarify the Emperor. Clarify the Emperor. Thank you. ഒന്നുകിൽ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ ഇതിലൊരാൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, കൺട്രോൾ ചെയ്തിട്ടല്ല സ്നേഹം പ്രകടിപ്പിക്കേണ്ടത്. ആ കൺട്രോൾ ചെയ്യുന്നതാണ് ഇവിടെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. നിങ്ങൾക്ക് പ്രശ്നങ്ങളിൽ നിന്ന് എന്താ പറയുക ഒരു മുക്തി വേണം എന്നാണെങ്കിൽ നിങ്ങൾ ആദ്യം ഈ കൺട്രോളിങ് ടെൻഡൻസി അവസാനിപ്പിക്കുക. ഓക്കെ, അതാണ് ആദ്യമേ എനിക്ക് പറയാനുള്ളത്. കൺട്രോളിങ് അല്ല ഇവിടെ ചെയ്യേണ്ടത്. പിന്നെ ഒരാൾക്ക് വേണ്ടി മറ്റാൾ ഇങ്ങനെ സാക്രിഫൈസ് ചെയ്യുക, ഒരാൾ ഇങ്ങനെ എല്ലാം സ്വീകരിച്ചുകൊണ്ടിരിക്കുക, മറ്റെല്ലാവരും ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക, അതും നല്ലൊരു പ്രവണതയല്ല. അതും എനിക്കിവിടെ ആ എനർജി കിട്ടുന്നുണ്ട്. ഓക്കെ, ഈ എന്താ റിലേഷൻഷിപ്പിന് വേണ്ടുന്ന ഒരു അറ്റൻഷൻ കൊടുക്കുക എന്നുള്ളത് ഒരു വലിയ ഫാക്ടറാണ്. അതിലേക്ക് എന്താ പറയുക, ആ റിലേഷൻഷിപ്പിനെ ഏറ്റവും ലീസ്റ്റ് പ്രയോറിറ്റി ആയി കാണുക, അത് ഏറ്റവും പ്രാധാന്യം കുറഞ്ഞു കാണുക എന്നുള്ളതും തെറ്റാണ്. എന്നാൽ അതേസമയം അതിന് മാത്രമേ പ്രാധാന്യമുള്ളൂ എന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നതും തെറ്റാണ്. ഓക്കെ, ഒരു പെർഫെക്റ്റ് ബാലൻസ് വേണം.
അതാണ് ഇവിടെ ഇല്ലാത്തത്. പിന്നെ ഈ പറഞ്ഞ പോലെ പരസ്പരം നിങ്ങളിൽ ഒരാൾ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക, ഒരിക്കലും ചെയ്യാതിരിക്കുക. ഓക്കെ, അത് ചെയ്യുന്നത് ഒട്ടും അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് ഒരിക്കലും നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പാടില്ല. ഒരാളുടെ നിയന്ത്രണത്തിൽ കാലാകാലം ജീവിക്കുക എന്ന് പറയുന്നത് അത്ര ഒരു സുഖമുള്ള കാര്യമല്ലല്ലോ. അത് നിങ്ങൾ അതിന് കംപ്ലീറ്റ്ലി ഓക്കെ ആണെങ്കിൽ ഓക്കെ പൊയ്ക്കോളൂ. പക്ഷേ ഞാനത് ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല. നിങ്ങൾക്കൊരു വ്യക്തി എന്ന നിലയിൽ നിങ്ങൾ അർഹിക്കുന്ന ഒരു സ്വാതന്ത്ര്യം ഉണ്ട്, നിങ്ങൾ അർഹിക്കുന്ന ഒരു ജീവിതമുണ്ട്. അതിന് പക്ഷേ ഒരാളപ്പുറത്ത് നിന്ന് ഡിക്റ്റേറ്റ് ചെയ്യാണ്, നിങ്ങളിങ്ങനെ പാടുള്ളൂ, ഇന്ന രീതിയിൽ പോകാൻ പാടുള്ളൂ, ഇന്ന ഡ്രസ്സ് ഇടാൻ പാടുള്ളൂ, ഇന്ന ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ പെരുമാറാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ ഒരാൾ ഇങ്ങനെ കൺട്രോൾ ചെയ്യാൻ നിൽക്കുന്നത് അതൊരു നല്ല പ്രവണതയല്ല, അതൊരു ടോക്സിസിറ്റിയാണ്. ഓക്കെ, പിന്നെ രണ്ടാമത്തെ കാര്യം, ഒരാൾ ഇങ്ങനെ സാക്രിഫൈസ് ചെയ്യാം, മറ്റാൾക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു, ചെയ്തു കൊടുക്കുന്നു, അവരുടെ പ്രശ്നങ്ങൾ വരുമ്പോൾ അവരുടെ കൂടെ ഇരുന്ന് അതിന് പരിഹാരം കാണുന്നു, അങ്ങനെ അവർക്ക് വേണ്ടി എല്ലാം ചെയ്യാൻ നിങ്ങൾ സാക്രിഫൈസ് ചെയ്ത് ചെയ്യാൻ നിൽക്കുന്നു. പക്ഷെ തിരിച്ച് ഒരു പ്രശ്നം വരുമ്പോൾ ഒന്നുമില്ല, അതും നിങ്ങൾ തന്നെ ഹാൻഡിൽ ചെയ്യുക. അതിൽ ഈ പറയുന്ന എനർജി ഒന്നെങ്കിൽ നിങ്ങളാണ്, ഗ്രൂപ്പ് 2-ലുള്ളവരാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറാണ്. ഓക്കെ, ഈഗോ മാറ്റി വെച്ചിട്ട് ഈ റീഡിങ് കേൾക്കണം. നിങ്ങൾ എന്താ പറയുക, ട്രിഗേർഡ് ആകുമ്പോൾ അങ്ങനെയല്ല എന്ന് വിചാരിക്കരുത്. വളരെ ഓപ്പൺ മൈൻഡോട് കൂടെ റീഡിങ് കേൾക്കുക. അപ്പോൾ അതും ശരിയല്ല, പരസ്പരം ഈക്വലി എഫേർട്ട് എടുക്കണം. ഓക്കെ, ഒരാൾ നമുക്ക് വേണ്ടി, നമ്മുടെ പാർട്ട്ണർ നമുക്കൊരു പ്രശ്നം വന്നപ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ പ്രശ്നം വരുമ്പോൾ നമ്മളും കൂടെ നിൽക്കണം. മനസ്സിലായോ? അത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ ഉണ്ടാകുമ്പോൾ തന്നെയാണ് ആ റിലേഷൻഷിപ്പ് വളരെ ഹെൽത്തി ആയിട്ട് മുന്നോട്ട് പോകുക. മറ്റാൾ എടുക്കുന്ന എഫേർട്ട് നമ്മളും എന്ത് ചെയ്യണം, അത് റിഫ്ലക്ട് ചെയ്യണം, നമ്മളും ആ എഫേർട്ട് എടുക്കണം. അതുപോലെ എന്താ പറയാ, ഇങ്ങനെ റിലേഷൻഷിപ്പിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ, ഈ റിലേഷൻഷിപ്പിനെ നിങ്ങൾ ആരോട് സംസാരിക്കുകയാണെങ്കിലും ഇത് മുന്നോട്ട് പോകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഓക്കെ, അതാണ് അതിലെ ക്ലോസ്. ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, സക്സസ്ഫുൾ ആകണം, മാരി ചെയ്യണം എന്നൊക്കെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, അതിൻ്റെ ഭാവിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഏറ്റവും പോസിറ്റീവായിട്ട് സംസാരിക്കുക, ഒരു ശുഭാപ്തി വിശ്വാസത്തോട് സംസാരിക്കുക. ഓക്കെ, നല്ല രീതിയിൽ മുന്നോട്ട് പോകും, നല്ല ലൈഫായിരിക്കും. അല്ലാണ്ട് ഇങ്ങനെ തല്ലിപ്പിരിയുന്ന തോന്നണേ, ഇങ്ങനെയായ എന്താണാവോ ഇനി കല്യാണം കഴിഞ്ഞൊക്കെ ഉണ്ടാവുക, ഇതിനും വലിയ അടിയാവും നടക്കുക, ഇങ്ങനത്തെ ഒക്കെ ചിലപ്പോൾ തമാശ രൂപേണ പറയുന്നതായിരിക്കും. നിങ്ങളുടെ വാക്കുകൾക്ക് എനർജി ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ പ്രത്യേകിച്ച് ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ, അതിനെക്കുറിച്ച് നെഗറ്റീവായിട്ട് സംസാരിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങളത് വളരെ ശ്രദ്ധിക്കണം. അത് നിങ്ങൾ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അറിഞ്ഞോ അറിയാതെയോ നിങ്ങളത് മാനിഫെസ്റ്റ് ചെയ്യാണ്, ആ ഒരു നെഗറ്റീവ് ഔട്ട്കം. അത് വേണ്ട എന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾ പോസിറ്റീവായിട്ട് സംസാരിക്കുക. ചിലപ്പോൾ ഇപ്പം നിങ്ങൾ അനുഭവിക്കുന്ന പല കാര്യങ്ങളും ഇതിന് മുൻപ് നിങ്ങൾ തമാശ രൂപേണ പറഞ്ഞ കാര്യങ്ങളായിരിക്കും, പക്ഷെ നെഗറ്റീവ് എനർജിയിൽ പറഞ്ഞതായിരിക്കും. ഓക്കെ, നിങ്ങൾ ഇൻ ദ സെൻസ് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ. ഓക്കെ, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതും ഇതിലെ പ്രശ്നങ്ങൾക്കൊരു കാരണമാണ്. നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഈ പ്രശ്നങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ആ ഒരു എനർജി എനിക്ക് കിട്ടുന്നു. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റിലേഷൻഷിപ്പിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അർഹിക്കുന്ന പ്രാധാന്യം കൊടുത്തിരിക്കണം. എല്ലാം കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം ഹാൻഡിൽ ചെയ്യാവുന്ന അല്ലെങ്കിൽ ഏറ്റവും അവസാനം ഫോക്കസ് ചെയ്യാവുന്ന ഒരു കാര്യമായിരിക്കരുത് റിലേഷൻഷിപ്പ്. ലീസ്റ്റ് പ്രയോറിറ്റി എന്ന് കേൾക്കുന്നത്. അപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലായിട്ടുള്ള വ്യക്തിക്ക് ഒന്നുകിൽ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ അർഹിക്കുന്ന പ്രാധാന്യം കൊടുക്കുന്നേ ഇല്ല. അവർക്ക് സൗകര്യമുള്ളപ്പോൾ എന്നുള്ള രീതിയിലാണ്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സൗകര്യമുള്ളപ്പോൾ എന്നുള്ള രീതിയിലാണ്. അതും തെറ്റാണ്. അതും ഈ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്കും ഈ ഒരു റിലേഷൻഷിപ്പ് സക്സസ്ഫുള്ളി മുന്നോട്ട് പോകുന്നതിന് തടസ്സമായി നിൽക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. ഈ തടസ്സങ്ങൾക്കെല്ലാം എന്തൊക്കെ പരിഹാരമാണ് യൂണിവേഴ്സ് നിർദ്ദേശിക്കാനുള്ളത്? ഈ തടസ്സങ്ങൾക്കും പ്രശ്നങ്ങൾക്കും എന്തൊക്കെ പരിഹാരമാണ് യൂണിവേഴ്സ് നിർദ്ദേശിക്കാനുള്ളത്? ഓക്കെ, ആദ്യമേ അവരിങ്ങനെ പറഞ്ഞത് ഇന്ന കാരണം കൊണ്ടായിരിക്കും, അങ്ങനെയായിരിക്കും, ഇങ്ങനെയായിരിക്കും എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഓരോന്ന് മനസ്സിൽ ചിന്തിച്ചു കൂട്ടി അതിന്റെ ബേസിൽ റിയാക്ട് ചെയ്യുന്ന ഒരു പ്രവണത നിങ്ങൾക്കോ നിങ്ങളുടെ പാർട്ട്ണറിനോ ഉണ്ടെങ്കിൽ, എഴുതാപ്പുറം വായിക്കാന്നൊക്കെ നമ്മൾ പറയുമല്ലോ വളരെ കൊളോക്കിയലായിട്ട്, അങ്ങനത്തെ ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് ആദ്യം തന്നെ മാറ്റിവെക്കണം. പ്രശ്നങ്ങൾ മാറണമെങ്കിൽ അത് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. തുറന്ന് സംസാരിക്കാം. ഞാൻ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ ഇന്നത് ഉദ്ദേശിക്കണമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്ന് പറയുന്നതിൽ ഒരു ലോജിക്കും ഇല്ല. ഓക്കെ, അത് ചിലപ്പോൾ സിനിമയിലോ സീരിയലിലോ ഒക്കെ അങ്ങനെ കാണും. അങ്ങനെയൊക്കെ ചെയ്യുന്നവരാണ് വളരെ നല്ലൊരു പാർട്ട്ണർ എന്നുള്ള രീതിയിലൊക്കെ. അതൊക്കെ എന്താ പറയണ്ടേ, പൊട്ടത്തരാണെന്ന് മനസ്സിലാക്കുക. നമ്മൾ മനുഷ്യന്മാരാണ്.
പെർഫെക്റ്റ് ആയിട്ടുള്ള ആളുകളല്ല. ഓരോരുത്തർക്കും അവരുടേതായ ഇംപെർഫെക്ഷൻസ് ഉണ്ട്. ഏറ്റവും നല്ലത് എന്താ, ചിലപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ ഒരാൾ ഇന്ന രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ അല്ലെങ്കിൽ ഇന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ ഇന്നതാണ് ഉദ്ദേശിച്ചതെന്ന് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല. ഓക്കെ, അതിനെ മനസ്സിലാക്കാൻ പറ്റുന്നവരുണ്ടാകാം, അത് അവരുടെ കഴിവാണ്. എല്ലാവർക്കും അതിന് പറ്റണമെന്നില്ല. അപ്പം എന്താ വേണ്ടേ? തുറന്ന് സംസാരിക്കുക, നിങ്ങളുടെ ആവശ്യങ്ങൾ തുറന്നു പറയാം, നിങ്ങളുടെ ആഗ്രഹങ്ങൾ തുറന്നു പറയാം, ഈ റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾ എന്ത് പ്രതീക്ഷിക്കുന്നു എന്നുള്ളത് തുറന്നു പറയാം, അവർ വേദനിപ്പിച്ചാൽ നിങ്ങൾ തുറന്നു പറയാം. ഓക്കെ, അവരെ ആ ഒരു പറഞ്ഞ പോലെ അർഹിക്കുന്ന പ്രാധാന്യം തരുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ തുറന്നു പറയാം. ഞാൻ നിങ്ങളെ ആശങ്കപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് തുറന്ന് പറയാം. അപ്പോൾ എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടായി മിണ്ടാതെ നടക്കുമ്പോൾ, ഞാൻ മിണ്ടാതെ നടക്കുമ്പോൾ പറഞ്ഞുകൊണ്ട് എനിക്ക് എന്തോ വിഷമമുള്ളതുകൊണ്ടാണ്, എന്തുകൊണ്ടാണ് ചോദിക്കുന്നില്ല. നിങ്ങൾ മിണ്ടാണ്ട നടക്കണേ. അപ്പുറത്ത് നിങ്ങൾക്ക് എങ്ങനെ അറിയാൻ പറ്റണേ? നിങ്ങൾ പറയണം, എനിക്ക് ആ ചെയ്തത് വളരെ വിഷമമായി എന്നുള്ളത് വളരെ പ്രത്യേകിച്ച് അവരെന്താ പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പറയാം. മനസ്സിലാക്കി എടുക്കട്ടെ, ചെയ്തത് ഓർമ്മയില്ലേ, അങ്ങനെയല്ല ഒരു റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോകേണ്ടത്. ഓക്കെ, സമാധാനം നിറഞ്ഞ സന്തോഷം നിറഞ്ഞൊരു ലൈഫ് വേണമെന്നുണ്ടെങ്കിൽ പ്രശ്നങ്ങളുണ്ടാവും. ഓബ്വിയസ്ലി രണ്ട് വ്യത്യസ്ത എന്താ പറയണ്ടേ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള വിശ്വാസങ്ങളും ഒക്കെയുള്ള ആളുകളാണ് ഒരുമിച്ച് ഒരു റിലേഷൻഷിപ്പിലേക്ക് വരുന്നത്. ഡിഫറൻസസ് ഉണ്ടാവും, പ്രശ്നങ്ങളുണ്ടാകും. പക്ഷെ എന്ത് വേണം? അത് പറഞ്ഞ് തീർക്കാനും ഒരു മനസ്സ് വേണം, തുറന്ന് സംസാരിക്കാനും പരസ്പരം സാധിക്കണം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ തന്നെയാണ് റിലേഷൻഷിപ്പ് നന്നായിട്ട് മുന്നോട്ട് പോകുള്ളൂ. പിന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന വികാരങ്ങൾ ഓരോ സന്ദർഭത്തിലും അവർക്ക് പ്രത്യേകിച്ച് വേദനിക്കുമ്പോൾ അവരുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ചുകൊണ്ട് അത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റണം. ഓക്കെ, അതായത് ഇപ്പോൾ ഒബ്വിയസ്ലി നമുക്കറിയാം ഒരു സിറ്റുവേഷനിൽ ആ വ്യക്തി വേദനിച്ചിട്ടുണ്ടാകും എന്ന് മനസ്സിലാക്കിയിട്ടാ അതിപ്പോൾ ഇത്ര തന്നെ വേദനിക്കാനുള്ള, അത് മൈൻഡ് കണ്ടിരുന്നാൽ പോരെ, അങ്ങനെ പറയുന്ന ആളുകളുണ്ട് ഇല്ലേ? അവർക്ക് വേദനിക്കുമ്പോൾ അവർ ഇതേ സന്ദർഭത്തിലൂടെ കടന്നു പോകണമെന്ന് വെച്ചാൽ അവർക്കത് ഭയങ്കര വിഷമായി, പ്രശ്നമായി, അങ്ങനെയായി. പക്ഷെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ അതേ വിഷമത്തിലൂടെ പോയി കഴിഞ്ഞാൽ അതൊക്കെ എന്നിട്ട് എത്ര വലിയ കാര്യമാക്കാനുള്ളത്, നിസ്സാരമായിട്ടുള്ളത്, അതൊക്കെ ഇങ്ങനെ ഇതാക്കാനുണ്ടോ എന്നൊക്കെ പറഞ്ഞാൽ എന്നെ നിസ്സാരവത്കരിക്കുന്ന ഒരു പ്രവണതയുള്ള ആളുകളുണ്ട്. അതും മാറ്റിയെടുക്കണം. നിങ്ങൾ പരസ്പരം ഇമോഷണലി അവൈലബിൾ ആയിരിക്കണം. ഓക്കെ, ഒരാൾ വിഷമത്തിലൂടെ കടന്നു പോകുമ്പോൾ മറ്റാൾ അവിടെ ഫുള്ളി ഇമോഷണലി സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടാകണം. അങ്ങനെയാണ് റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോകേണ്ടത്. ഒബ്വിയസ്ലി നമ്മൾ എന്തെങ്കിലും പറഞ്ഞു വേദനിപ്പിക്കുന്ന രീതിയിൽ പറഞ്ഞാൽ നമുക്ക് അറിഞ്ഞൂടെ ആ വ്യക്തി വേദനിച്ചിട്ടുണ്ടാകും എന്നുള്ളത്. അപ്പോൾ പിന്നെ അവിടെ ആ വ്യക്തി എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ, എന്നെ നിങ്ങൾ വേദനിപ്പിച്ചു എന്ന് പറയേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ പ്രവൃത്തി അവരെ വേദനിപ്പിച്ചു എന്നുള്ളത് നമുക്ക് വളരെ എവിഡൻ്റ് ആണ്. നിങ്ങളുടെ ഈ കണക്ഷൻ ഡെഫിനറ്റ്ലി ഒരു നല്ല മാരീഡ് ലൈഫൊക്കെ ആവാനുള്ള എല്ലാ സാധ്യതയൊക്കെ ഉണ്ട്. പക്ഷേ ഈ ടോക്സിസിറ്റി ഒക്കെ എടുത്ത് കളയണം. കുറേ നിങ്ങൾ വർക്ക് ചെയ്യാനുണ്ട്. അത് ഞാൻ ഇങ്ങനെയാണ്, എന്നെ ഇങ്ങനെ സ്നേഹിക്കാൻ പറ്റും, സ്നേഹിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ പിടിവാശം പിടിച്ച് നിൽക്കുകയാണെന്ന് വെച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ റിലേഷൻഷിപ്പിനെ ആ ഒരു പ്രാധാന്യത്തോടു കൂടെ അതിനങ്ങനെ വേണം നിങ്ങൾ ട്രീറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ. നിങ്ങളുടെ വ്യക്തിനെ അവർ നിങ്ങൾക്ക് വിലപ്പെട്ടതാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് പ്രകടിപ്പിക്കണം. നിങ്ങളുടെ ഇമോഷൻസിലൂടെ, നിങ്ങളുടെ വാക്കുകളിലൂടെ, പ്രവൃത്തികളിലൂടെ പ്രകടിപ്പിക്കണം. പ്രവൃത്തികളിലൂടെ മാത്രം ചെയ്തിട്ട് ഞാൻ ഇതൊക്കെ ചെയ്യണില്ലേ, അതെനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ, അല്ല, വാക്കുകളിലൂടെയും പറയണം. ഓക്കെ, അത് രണ്ട് രീതിയിലും വേണം. ആക്ഷൻസും വേർഡ്സും രണ്ടും വേണം. അത് എന്താ പറയുക, എനിക്ക് അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമോഷണലി വൾണറബിൾ ആകാൻ സാധിക്കുന്നില്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൽ പോകാതിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്കും ചുറ്റുമുള്ളവർക്കും നല്ലത്. മനസ്സിലായല്ലോ? അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ പറഞ്ഞ ഗൈഡൻസസ് ഫോളോ ചെയ്താൽ നിങ്ങളുടെ ഈ പ്രശ്നങ്ങൾ, ഇപ്പം അനുഭവിക്കുന്ന പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് മാറ്റാനും ഈ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. പരസ്പരം അതിനെക്കുറിച്ച് സംസാരിക്കുക, അത് എഫേർട്ട് എടുക്കാൻ റെഡി ആണെങ്കിൽ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് ഗ്രൂപ്പ് 2. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റിയും നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 3, നമസ്കാരം. നിങ്ങൾ തംബ്നെയിലത്തെ മൂന്നാമത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു ഡെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പോൾ നമുക്ക് നോക്കാം. ഗ്രൂപ്പ് 3 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവിൻ്റെ പ്രണയബന്ധത്തിൽ ഇപ്പോൾ അവരനുഭവിക്കുന്ന തടസ്സങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ എന്തുകൊണ്ടാണ്, അതിനുള്ള പരിഹാരം എന്തൊക്കെയാണ്? ഗ്രൂപ്പ് 3 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവിൻ്റെ പ്രണയബന്ധത്തിൽ ഇപ്പോൾ അവർ അനുഭവിക്കുന്ന തടസ്സങ്ങൾ എന്തുകൊണ്ട്? Clarify the moon.
Clarify the Four of Wands. ഒരു ഡിസെപ്ഷൻ എനർജി കാണുന്നുണ്ടല്ലോ, അതായത് ഒരു ചതി അല്ലെങ്കിൽ വഞ്ചന, ആ ഒരു എനർജി കാണുന്നുണ്ട്. ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയറിൻ്റെ ഒരു എനർജി ഒക്കെ കാണുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി ഇൻവോൾവ്മെൻറ്റ് കാണുന്നു. ഓക്കെ, യെസ്, ഓപ്ഷൻസ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആർക്കാണ് ഓപ്ഷൻ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ നിങ്ങളെന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്നുകിൽ നിങ്ങളാകാം, നിങ്ങൾക്കത് കണക്ട് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറാണെന്ന് മനസ്സിലാക്കൂ. ഓക്കെ, പിന്നെ ക്ലാരിറ്റി ഇനി വേണമെന്നുണ്ടെങ്കിൽ പേഴ്സണൽ റീഡിങ് എടുക്കാട്ടോ. ഇത് കളക്റ്റീവ് ആണെന്ന് എപ്പോഴും ഓർക്കുക. ഇവിടെ കിട്ടുന്ന എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കളക്റ്റീവിലുള്ളവർക്കോ അല്ലെങ്കിൽ നിങ്ങൾ ഡീൽ ചെയ്യുന്ന പാർട്ട്ണറിനോ ഒരു എക്സ്ട്രാ അഫെയർ ഉണ്ട്. ദേ ഹാവ് സമൺ എൽസ്. അവരെ നിങ്ങളൊരു ഓപ്ഷനായിട്ടാണ് കണക്കാക്കുന്നത്. അതായത് നിങ്ങൾ മാത്രമല്ല അവരെ പ്രണയ ജീവിതത്തിലുള്ളത് എന്ന് മനസ്സിലാക്കൂ. അവിടെ ഒരു എനിക്ക് എക്സ്ട്രാ മാരിറ്റൽ അഫെയർ കിട്ടണം. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഡീൽ ചെയ്യുന്ന വ്യക്തി എന്ന് പറയുന്നത് മാരീഡ് ആയിരിക്കാം ഓൾറെഡി. ഓക്കെ, അങ്ങനത്തെ ഒരു അല്ലെങ്കിൽ അത്രയും ഒരു ലോങ് ടേം കമ്മിറ്റ്മെൻറ്റുള്ള ഒരാളായിരിക്കാം. അവർ നിങ്ങളിൽ അട്രാക്റ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരു അട്രാക്ഷൻ്റെ ബേസിലാണ് ഈ റിലേഷൻഷിപ്പ് ഇവിടെ ഉള്ളത്. അപ്പോൾ അവർക്കൊരു ഓപ്ഷൻ, അവരിവിടെ ഒരു കൺഫർമേഷൻ എത്തിയിട്ടില്ല, ഏതുമായിട്ട് മുന്നോട്ട് പോകണം എന്നൊരു കൺഫർമേഷൻ ഇല്ല. ഓക്കെ, അപ്പോൾ അത് നിങ്ങളാണെങ്കിലും നിങ്ങൾ ഡീൽ ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും അതാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം സത്യമായിട്ട് തുറന്നു പറയുന്നില്ല കുറേ. അപ്പോൾ ഒരു നുണ പറയുമ്പോൾ പിന്നെ അതിനെ മറച്ചു വയ്ക്കാൻ വീണ്ടും നുണ പറഞ്ഞ് അങ്ങനെ കാര്യങ്ങൾ മറച്ചു വെച്ച് ഒരുപാട് നുണകളും പറഞ്ഞ് അങ്ങനെയാണ് ഈ റിലേഷൻഷിപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു പോയിന്റ് എത്തുമ്പോഴാണ് ഒന്നില്ലെങ്കിൽ നിങ്ങളത് മനസ്സിലാക്കിയിട്ടുണ്ടാവും, അവർക്ക് തേർഡ് പാർട്ടി വേറെ ആളുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്, അവിടെ നിന്നാണ് ഈ പ്രശ്നം ഉണ്ടായിട്ടുള്ളത്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അവരെന്തൊക്കെയോ മറച്ചു വെക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിന് ചിലപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ അതൊരു പ്രശ്നമായിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അവർ നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ അതൊരു പ്രശ്നമായിട്ടുണ്ടാകാം. ഈ ഒരു എനർജിയാണ് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ അവിടെ ഡെഫിനറ്റ്ലി ഒരു തേർഡ് പാർട്ടി എലമെന്റ് ആണ് ഇവിടെ പ്രശ്നങ്ങൾക്ക് പ്രധാന കാരണം. അതും ഒരു പാർട്ട്ണർ തന്നെയാണ് കാണുന്നത്. ഓക്കെ, അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു എലമെന്റ് അല്ല. തേർഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു റൊമാൻറ്റിക് പാർട്ട്ണർ അല്ലെങ്കിൽ ഒരു ലൈഫ് പാർട്ട്ണർ എനർജിയാണ് എനിക്ക് കാണുന്നത്. അപ്പോൾ ഡിസെപ്ഷൻ ആണ്, വഞ്ചിക്കൽ ആണ് നടക്കുന്നത്. ഇതിനുള്ളൊരു പരിഹാരം എന്ന് പറഞ്ഞാൽ ക്ലാരിഫൈ ദ ഹയറഫന്റ്. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഈ ഒരു പ്രശ്നം ഉണ്ടായതിന് മെയിൻ ഒരു കാരണം നിങ്ങൾ വിവാഹത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ചിലപ്പോൾ ആ വ്യക്തി റെഡി അല്ല എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടാകും, അതിനെ സംബന്ധിച്ച് വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും, അല്ലെങ്കിൽ സംസാരിച്ചിട്ടുണ്ടാകും. കാരണം അവരെ ഉറപ്പിച്ചിട്ടില്ല നിങ്ങളെ തന്നെ വിവാഹം കഴിക്കണോ വേണ്ടിയെന്ന്. അവർക്ക് ഓപ്ഷൻസ് ഉണ്ട്. എഗെയിൻ എനിക്കതാണ് കിട്ടുന്നത്. അല്ലെങ്കിൽ ഇത് പറഞ്ഞതൊക്കെ നിങ്ങളുടെ ബാധകമാണ്, നിങ്ങൾക്കത് അറിയാം അല്ലേ, കാണുമ്പോൾ അറിയാം. അങ്ങനെ അപ്പോൾ ആർക്കാണോ ഇത് റെസനേറ്റ് ചെയ്യുന്നത് വെച്ചാൽ അത് അതുപോലെ സ്വീകരിക്കാം. അപ്പോൾ ഇതിൻ്റെ പരിഹാരം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ ഇമോഷൻസ് വെച്ചുകൊണ്ട് ഈ ഒരു സിറ്റുവേഷനെ ഡീൽ ചെയ്യാൻ ശ്രമിക്കരുത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കമ്മിറ്റ്മെൻറ്റ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു റെസ്പെക്റ്റ്, അത്രയും ഒരു ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻ, ഒരു ലോങ് ടേം കമ്മിറ്റ്മെൻറ്റ് ഈ വ്യക്തി തരാൻ തയ്യാറാകുന്നില്ല എങ്കിൽ ഓക്കെ, നിങ്ങളെപ്പോഴും ഈ ഒരു വിവാഹത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അവരിങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ അതിനെ അവോയ്ഡ് ചെയ്യുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അവരോട് ഓപ്പണായിട്ട് ചോദിക്കുക, നിങ്ങൾക്ക് എന്താ പറയുക താല്പര്യമില്ലാണ്ടാണോ, വേറെ ആരെങ്കിലും ഉണ്ടോ, എന്താ സംഭവം എന്നുള്ളത് വളരെ ഓപ്പണായിട്ട് ചോദിക്കുക. തല്ല് കൂടണം എന്നല്ല ഞാൻ പറയണത്, പക്ഷേ വളരെ ഓപ്പണായിട്ട് മെച്ചോറായിട്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കാം. അല്ലെങ്കിൽ ഈ ബന്ധം അവിടെ അവസാനിപ്പിക്കാം. കാരണം നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താ, ഒരു ലോങ് ടേം കമ്മിറ്റ്മെന്റ് ആണ്, ഒരു കണക്ഷനാണ്. അത് തരാൻ ഈ വ്യക്തിക്ക് പറ്റില്ല എങ്കിൽ ഓക്കെ, നിങ്ങളെ ഇങ്ങനെ ഒരു എന്താ പറയുക ഒന്നുമില്ലാത്ത ഒരു സിറ്റുവേഷനിൽ കൊണ്ടു നടക്കാനാണ് ഇവരുടെ ഭാവമെങ്കിൽ നിങ്ങളുടെ സമയം, നിങ്ങളുടെ എനർജി, നിങ്ങളുടെ ആ ഒരു എഫേർട്ടിനൊന്നും ഇവർ വില കൊടുക്കുന്നില്ല എങ്കിൽ അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അർത്ഥമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഉത്തരം. ഓക്കെ, ക്ലാരിഫൈ ദ കിങ് ഓഫ് കപ്സ്. നിങ്ങളോട് പറയുന്നത് ഇവിടെ ഇമോഷണലി മാത്രം ചിന്തിക്കരുത്. ഓക്കെ, അവരുമായിട്ട് സ്പെൻഡ് ചെയ്ത നല്ല നല്ല സമയങ്ങൾ അതാലോചിച്ച് നിങ്ങൾക്ക് ഇതിന് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, അങ്ങനത്തെ ഒരു അതാണ് കൂടുതലും ഒരു പ്രണയബന്ധത്തിലാകുമ്പോൾ അതിൽ നിന്ന് വിട്ടുപോകാനായിട്ട് നമ്മളെ എന്താ പറയുക സമ്മതിക്കാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവരുമായിട്ട് പങ്കിട്ട നല്ല നിമിഷങ്ങളാണ് നമ്മുടെ മനസ്സിൽ എപ്പോഴെപ്പോഴും ഓടിയെത്തുക. പക്ഷെ നിങ്ങളിവിടെ എപ്പോഴും ചിന്തിക്കേണ്ടത് അവർ നിങ്ങളെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ വഞ്ചിക്കുകയാണ് ചെയ്തത്. ഓക്കെ,
നിങ്ങളോട് ഉള്ള കാര്യം പറയുന്നില്ല. അവർക്കൊരു ഓപ്ഷൻ ഉണ്ട്, അവരത് തുറന്ന് പറയുന്നില്ല. അവരതിങ്ങനെ എന്താ പറയാ, അത് ശരിയാവണമെങ്കിൽ അങ്ങനെ പോട്ടെ, അല്ലെങ്കിൽ ഇതാണെങ്കിൽ ഇത്, അങ്ങനത്തെ ഒരാളെന്തിനാ നമുക്ക്? അങ്ങനത്തെ ഒരാൾ വേണ്ട, ഒരിക്കലും വേണ്ട. നമ്മളൊരു പ്രണയബന്ധത്തിലാകുമ്പോൾ ആ വ്യക്തിക്ക് നമ്മളായിരിക്കണം അവരെ പാർട്ട്ണർ എന്ന് നമ്മൾ തന്നെയായിരിക്കണം. അവിടെ നമ്മളല്ലെങ്കിൽ വേറൊരാൾ എന്ന് അങ്ങനെ വെക്കുന്ന ഒരാളെ അല്ല നമുക്ക് വേണ്ടത്. പാർട്ട്ണർ എന്ന് പറയുമ്പോൾ നമ്മളാണെന്നുള്ളതിൽ അവർ 100% ഷുവർ ആയിരിക്കണം. ഇവിടെ അതല്ല കേസ്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ഓപ്ഷൻ വെച്ച് നിൽക്കുന്ന, കൃത്യമായൊരു ഉത്തരം തരാത്ത, നിങ്ങൾ ആഗ്രഹിക്കുന്ന കമ്മിറ്റ്മെന്റ് തരാത്ത ഒരാളെ അവരുമായിട്ട് നിങ്ങൾ കുറച്ച് നല്ല സമയം സ്പെൻഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ അതും ഒരു തരത്തില് ഫേക്ക് ആയിരുന്നു അല്ലേ? കാരണം അവര് അത് എന്താ പറയുക, കൃത്യമായിട്ട് അവരുടെ ഇന്റൻഷൻ വേറെയാണ്. അവർ അത്രയും ആത്മാർത്ഥമായിട്ട് ഇൻവോൾവ് ഒന്നും ആയിരുന്നില്ല. നിങ്ങളുടെ മുന്നിൽ കാണിച്ചത് അങ്ങനെയായിരിക്കാം, പക്ഷെ അത്രയും ഇൻവോൾവ് ആയിരുന്നില്ല. അത്രയും ആത്മാർത്ഥമായിട്ട് റിലേഷൻഷിപ്പിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരാളാണെങ്കിൽ വേറൊരു ഓപ്ഷൻ എന്താ പറയാ തേടി പോകുകയോ അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി എനർജിയിലേക്ക് പോകുകയോ ചെയ്യില്ല. മനസ്സിലായോ? അപ്പോൾ ഇമോഷൻസിനെ കൊണ്ട് മാത്രം ഈ ഒരു സിറ്റുവേഷനെ ചിന്തിക്കാതെ നിങ്ങളുടെ ലോജിക്കൽ സൈഡും ഈക്വലി നിങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് ഈ ഒരു സിറ്റുവേഷനെ ചിന്തിക്കുക, എന്നിട്ട് മുന്നോട്ട് പോകാൻ പറയുന്നു. നിങ്ങളെ ശരിക്കും ബാക്ക് സ്റ്റാബിങ്, ഓക്കെ, അതാണ് ചതിച്ചിട്ടുള്ളതാണ് എന്ന് ഓർക്കുക, അത് മനസ്സിലാക്കുക. ഇത്രയും ചതിച്ച ഒരു വ്യക്തിനെ നിങ്ങളിൽ നിന്ന് സത്യം മറച്ചു വെച്ചപ്പോൾ ഈ ഒരു കാര്യത്തിൽ നുണ പറയുമ്പോൾ എന്തൊക്കെ കാര്യത്തിൽ നുണ പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, അവർ ഇനിയും നുണ പറയില്ല എന്ന് നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരാളെ അറിഞ്ഞുകൊണ്ട് നമ്മുടെ ലൈഫിലേക്ക് ഒരിക്കലും കൊണ്ടുവരാതിരിക്കുക. നിങ്ങളോട് ഗ്രൂപ്പ് 3യോട് അതാണ് പറയാനുള്ളത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു വ്യക്തിനെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒഴിവാക്കുക. നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് അല്ല, നിങ്ങൾ ഇതിന് നല്ല റിലേഷൻഷിപ്പ് അർഹിക്കുന്നു. നിങ്ങൾ എന്തിനാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ മാത്രം ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത്? അതിൻ്റെ ആവശ്യമില്ല. മനസ്സിലായല്ലോ? അതാണ് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിങ്. ഓക്കെ, ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ചൊരു ക്ലാരിറ്റി, നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ലഭിച്ചെന്ന് വിശ്വസിക്കുകയാണ്. ഗ്രൂപ്പ് 3 നിങ്ങളുടെ കാര്യത്തിൽ വളരെ സ്ട്രെയിറ്റ് ആണ്, തേർഡ് പാർട്ടി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ കാര്യങ്ങൾ മുഴുവനായിട്ട് പറയുന്നില്ല. ഒരു കള്ളം പറയുന്ന എനർജി, ഒരു ചതിയുടെ എനർജി ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരാളെ വേണ്ട, നിങ്ങൾ ഉപേക്ഷിക്കുക, മുന്നോട്ട് പോവുക. ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന കമ്മിറ്റ്മെന്റ് തരാത്ത ഒരാളാകുമ്പോൾ നിങ്ങൾ അവിടെ നിന്ന് മുന്നോട്ട് പോവുക. ഓക്കെ, ആ ഒരു ട്രഡീഷണൽ മാരേജ് സെറ്റപ്പാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്. പക്ഷെ അത് തരാൻ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ലെവൽ ഓഫ് കമ്മിറ്റ്മെന്റ് തരാൻ ഈ വ്യക്തിക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അത് തന്നെ ഉപേക്ഷിക്കുക. ഓക്കെ, അപ്പോൾ അത് പ്രൊസീഡ് ചെയ്യാൻ പാടില്ല എന്നാണ് പറയാനുള്ളത്. ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ടാലും മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. താങ്ക്